ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇടയനോടൊപ്പം സഞ്ചരിക്കുന്ന ആടിൻ്റെ യാത്രയാണ് സങ്കീർത്തനത്തിൻ്റെ ചിന്താവിഷയം. യാത്രയിലൊരിക്കൽ ആടിന് കൂരിരുൾ താഴ്വരയിലൂടെ കടക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും അതിന് ഭയമില്ല. കാരണം അതൊരു കടന്നുപോക്ക് മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് താൻ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുന്നു എന്നാണ്. അവിടെ വസിക്കുന്നു എന്നല്ല. അവൻ വസിക്കുന്നത് താഴ്വരയിലല്ല, യഹോവയുടെ ആലയത്തിലാണ്. നമ്മിൽ പലരും താഴ്വരയിൽ വസിക്കുകയും ആലയത്തിലൂടെ കടക്കുകയുമാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുടെ താഴ്വരയിൽ എത്തുമ്പോൾ അവിടെ സ്ഥിരവാസമാണ് നാം പ്രതീക്ഷിക്കുന്നത്. താഴ്വര കടന്നു പോകാനുള്ള വഴിയാണ്, പാർക്കാനുള്ള ഇടമല്ല. പർവ്വത പ്രദേശങ്ങളിലെ ഇടുങ്ങിയ താഴ്വരകളിൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലുകയില്ല. വന്യമൃഗങ്ങളുടെ വിഹാരഭൂമിയായിരിക്കും അത്തരം സ്ഥലങ്ങൾ. എങ്കിലും മലമുകളിലെ വിശാലമായ പുൽമേടുകളിലേക്ക് ആടുകളെ നയിക്കുവാൻ ഇടയന് ഇതല്ലാതെ വേറെ വഴിയില്ല. നിത്യമായി പാർക്കുവാനുള്ള ആലയത്തിൽ എത്തുവാനുള്ള പാത ഈ താഴ്വരയിലൂടെയാണ്. എങ്കിലും കൂരിരുൾ താഴ്വര അപകടരഹിതമായി തരണം ചെയ്യുവാൻ കഴിയുന്നത് ഇടയൻ്റെ സാന്നിധ്യം ഉള്ളതിനാലാണ്. താഴ്വരയിലൂടെ നടത്തുക എന്നത് ഇടയൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനാൽ അവൻ ആടിൻ്റെ മുൻപിൽ തന്നെയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ കൂരിരുൾ താഴ്വരയിലൂടെ നാം കടക്കേണ്ടി വന്നേക്കാം. രോഗം, വിവിധ പ്രയാസങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സാമ്പത്തിക പ്രതിസന്ധികൾ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥ, തെറ്റായ ആരോപണങ്ങൾ എന്നിവ. എന്നാൽ ഇത്തരം താഴ്വരകളുടെ വക്കിലെത്തുമ്പോൾ ഓർക്കുക, അതിനപ്പുറം വിശാലമായ ഒരു മേച്ചിൽപ്പുറമുണ്ട്. താഴ്വര താണ്ടുന്നത് നാം തനിയെ അല്ല, ഇടയൻ മുൻപിൽ നടക്കുന്നുണ്ട്. ഒരു ഇടയനും ആടിനെ തനിയെ വിടുകയില്ല. യോഹന്നാൻ 10:9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.